ജോലിക്കായി പോയ മകൻ എവിടെയെന്നു പോലും അറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു തിരുമലയും കുടുംബവും. 2024 ജൂലൈ 18-നാണ് വെറും 26 വയസ്സ് മാത്രമുള്ള വിഷ്ണുവിനെ ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിലുള്ള മലാക്ക സ്റ്റേറ്റിൽ കടലിൽ കപ്പലിൽ കാണാതാകുന്നത്. മുഖ്യമന്ത്രി മുതൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് വരെ പരാതി നൽകിയിട്ടും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വില്ലേജ് ഓഫീസിൽ നിന്നുപോലും രക്ഷകർത്താക്കളെ തേടി ഒരു അന്വേഷണവും വന്നില്ല. മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ പിതാവ് ബാബു സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടായ കടുത്ത അവഗണന ഞെട്ടലോടെയാണ് വിവരിച്ചത്. വിഷ്ണുവിനെ കാണാതായിട്ട് 1 വർഷം തികയുകയാണ്. ഒരു വർഷം മുമ്പ് ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിൽ മലാക്ക സ്റ്റേറ്റിൽ കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. 1 വർഷമായി ഈ കുടുംബം വിഷ്ണുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട്, പക്ഷേ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ വിഷ്ണുവിന്റെ അച്ഛൻ ബാബു നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്താണ് ഈ ഇത്രയും നാളത്തെ അന്വേഷണത്തിനിടയിൽ എന്ത് നീതിയാണ് ആ കുടുംബത്തിന് കിട്ടിയതെന്ന് ന്യൂസ് 18 പരിശോധിക്കുകയാണ്. അന്ന് നമ്മൾ 1 വർഷം മുമ്പ് കാണാൻ വരുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണത്തിന്റെ ഒരു തുടക്കത്തിലായിരുന്നു നിന്നിരുന്നത്. 1 മാസമായിട്ടും ഒരു വിവരവും മകനെ കുറിച്ച് ലഭിച്ചിരുന്നില്ല. ഇപ്പൊ ഇതിന്റെ എന്താണ് ഈ കേസിന്റെ അവസ്ഥ? നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ മകന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റിൽ, സംസ്ഥാന ഗവൺമെന്റിൽ ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുകയും കളക്ടർക്കുൾപ്പെടെ നമ്മൾ ഇവനെ കാണാനില്ലെന്നുള്ള പരാതി സമർപ്പിക്കുകയും ചെയ്തതാണ്. നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഈ 2 ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു നീതിയും ലഭിക്കില്ല എന്ന് തുടർന്ന് വന്ന നാളുകളിലൂടെ ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് ഇനി ഒരഭയം എന്നുള്ള നിലയിൽ കോടതിയാണ് നമുക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതിയിൽ ഇവനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇടപെടണം, കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കണമെന്നുള്ള നിലയിൽ പരാതി എന്നുള്ള നിലയിൽ ഒരു കേസ് ഫയൽ ചെയ്യുണ്ടായി. എന്നാൽ ഹൈക്കോടതിയിൽ നമുക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് നടന്നൊരു സംഭവത്തിൽ തങ്ങൾക്കിടപെടാൻ കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് പോലും ഉണ്ടായത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർ തനതായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട വിദേശകാര്യ വകുപ്പ് ഉൾപ്പെടെ ഷിപ്പിംഗ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് വിമർശനപരമായിട്ട് പറയാനുള്ളത്. ലീഗൽ മെട്രോളജി വകുപ്പിൽ ദീർഘകാല സേവനം സർക്കാർ സർവീസ് നടത്തിയിട്ടുള്ള ഒരാളാണ് അല്ലെ. ഇങ്ങനൊരു പരാതിയുമായി സമീപിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രാദേശിക സംവിധാനങ്ങളെങ്കിലും, സർക്കാർ സംവിധാനങ്ങളെങ്കിലും ഈ വീട്ടിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എത്തിയിരുന്നു? സാധാരണ നമ്മളൊരു പരാതി ഏതെങ്കിലും ഓഫീസുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് പരാതി സ്വീകരിച്ചെന്നുള്ള മറുപടിയും അതോടൊപ്പം തന്നെ തുടർന്ന് നടന്ന നടപടികൾ എന്ത് സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമാക്കാറുള്ളതാണ്. സർക്കാർ സംവിധാനം അങ്ങനെയാണുള്ളത്. പക്ഷെ ഞാൻ ഈ പരാതി കൊടുത്തിട്ട് എനിക്ക് ഒരിടത്തു നിന്നും നീതി കിട്ടിയില്ല എന്നുള്ളതാണ്, ഒരു മറുപടിയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്ന് അന്വേഷിക്കുക പോലും ആരുടെയും ഭാഗത്ത് നാളിതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഈ വിവരങ്ങൾ തേടാനായി കളക്ടറേറ്റിലെയോ അല്ലെങ്കിൽ വില്ലേജിലെയോ അങ്ങനെ ഒരു പ്രാദേശികമായ ഒരു ഓഫീസേഴ്സും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണോ? ഇല്ല, ആരും തന്നെ എന്നെയോ കുടുംബത്തെയോ കാണാനായിട്ട് വന്നിട്ടില്ല. ഒരു വിവരവും ഒരു മറുപടിയും നമുക്ക് രേഖാമൂലമോ അല്ലാതെയോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് അന്ന് ഒരുപക്ഷെ 1 വർഷമായി കാണും. ഈ വിഷ്ണുവിന് അന്ന് സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കാവോ? അത് അറിയാത്ത ആളുകളും ഉണ്ടാവുമല്ലോ. ജൂലൈ 17-ാം തീയതി വൈകുന്നേരമാണ് അവൻ എന്നെ വിളിക്കുന്നത്. എല്ലാ ദിവസവും വിളിക്കും, വിവരങ്ങൾ തിരക്കും. എന്നെയും വിളിക്കും, അമ്മയും പിന്നെ അവന്റെ സഹോദരിയോടും ഒക്കെ സംസാരിക്കും. അപ്പോൾ വളരെ കഴിഞ്ഞ വർഷം ജൂലൈ 17-ാം തീയതി വൈകിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സമയം 7 മണി ആയപ്പോഴത്തേക്കാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്,
ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് നേരെ ഞങ്ങൾ ചൈനയിലേക്ക് ചരക്കിറക്കാൻ വേണ്ടി പോകും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഷോപ്പുള്ളത് കൊണ്ട് ചെറിയ തിരക്ക് എനിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവിടെ തിരക്കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ പിന്നെ അമ്മയെ വിളിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചു. അമ്മയോട് 10-15 മിനിറ്റ് സംസാരിച്ചു. പിറ്റേ ദിവസം ഇപ്പം അന്നേരത്തേക്ക് അമ്മയോട് പറഞ്ഞു, ഗുഡ് നൈറ്റ് പറഞ്ഞാൽ പോകുന്നു അമ്മയോട്. അവിടെ ഇപ്പോൾ ഏതാണ്ട് 9:30 കഴിഞ്ഞു, ഇനി കടക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 10 മണിയായപ്പോഴത്തേക്ക് 18-ാം തീയതി 10 മണിയായപ്പോഴത്തേക്ക് ഷിപ്പിലെ അധികാരികൾ എന്നെ നേരിട്ട് വിളിക്കുകയാണ്. വിഷ്ണുവിനെ കാണാനില്ല, 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടതായിരുന്നു, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിക്കേണ്ട, ഷിപ്പ് വലിയ ഷിപ്പായതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള വിവരമാണ് അന്നേരം എന്നെ ധരിപ്പിച്ചത്. പിന്നീട് നമുക്ക് അവരെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മിസ്സിംഗ് ആണ്, കടലിൽ വീണിട്ടുണ്ടാവാം എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് അവർ എന്നോട് സൂചിപ്പിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കളക്ടർ, SP തുടങ്ങി മുഖ്യമന്ത്രി, കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ, പ്രധാനമായിട്ടും സുരേഷ് ഗോപി, പിന്നീട് നമ്മുടെ MP KC വേണുഗോപാൽ, ഷിപ്പിംഗ് മിനിസ്റ്റർ, പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഈ വിവരങ്ങൾ ഇവനെ കാണാനില്ല, മകനെ കാണാനില്ല, വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ളത് എല്ലാവരും ധരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരിടത്തുനിന്നും KC വേണുഗോപാൽ മിനിസ്റ്റർ പിന്നെ പരാതി കൊടുക്കുകയും പേപ്പർ വർക്ക് നീക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ഭാഗത്തു നിന്നും നീതി കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അന്ന് ന്യൂസ് 18 ലൈവായിട്ട് കാണിച്ചതാണ് കഴിഞ്ഞ വർഷം. അശോകൻ സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ മകനെ കാണുന്നില്ല, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇട്ട വോയിസ് മെസ്സേജ്, എൻ്റെ കയ്യിൽ നിൽക്കുന്നൊരു കേസല്ല ഇത്, വേറെ വകുപ്പായിരുന്നു, നമുക്ക് ഇടപെടാമായിരുന്നു, ഇത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വോയിസ് മെസ്സേജ് അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അങ്ങനെയാണ്, എന്നാൽ ഞാൻ ശ്രമിക്കാമെന്നുള്ള ഒരു എനിക്ക് ആകാവുന്നത് ഞാൻ ചെയ്യാം, നോക്കട്ടെ എന്നുള്ള ഒരു ശ്രമം നടത്താമെന്നുള്ള പോലും മറുപടിയായിട്ടല്ല അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ഒരു വർഷക്കാലമായി തങ്ങളുടെ മകന് എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാനാകാതെ ഒരച്ഛനും അമ്മയും ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലുണ്ട്. മുഖ്യമന്ത്രി മുതൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് വരെ പരാതി നൽകിയിട്ടും വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും ഒരു ഉദ്യോഗസ്ഥൻ വിഷ്ണുവിന് എന്ത് സംഭവിച്ചുവെന്നറിയാൻ ഈ വീടിന്റെ പടി കടന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് കടുത്ത അനീതി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.